എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. ഇത് ആദ്യത്തെ ക്ലാസ്സാണ്. SSLCയുടെ ഫസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ്സാണ്. നിങ്ങളുടെ ടെക്സ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. പുതിയ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഈസി ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ചെറിയ ഡിഫിക്കൽട്ട് വേർഡ്സ് ഒക്കെ ഉണ്ട്. അതിന് ഇപ്രാവശ്യം നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് വേർഡ്സ് ഏതൊക്കെയാണ് ഗ്ലോസറിയിലുള്ളതെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഹൈലൈറ്റ് ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. വളരെ നീറ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ്? ട്രയൽസ് ആൻഡ് ട്രയംസ് എന്നുള്ളതാണ്. ട്രയൽസ് എന്താണ്? ഒരുപാട് ട്രയൽസ്, ശ്രമങ്ങൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ. ട്രയംഫ് എന്താണ്? ട്രയംഫ് വിജയം. ഇപ്പോൾ നമ്മൾ ചെയ്ത ആദ്യ അറ്റംപ്റ്റിൽ തന്നെ എല്ലാം അങ്ങ് സക്സസ് ആവണമെന്നുണ്ടോ? ഇല്ല. നമ്മൾ പറയില്ലേ, എന്താ തോൽവി എന്ന് പറയുന്നത് വിജയത്തിൻ്റെ ചവിട്ടുപൊടിയാണ് അല്ലെങ്കിൽ മുന്നോടിയാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതുപോലെ ഇവിടെ ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് ശ്രമങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ എന്തുമുണ്ട്? വിജയങ്ങളും. അപ്പോൾ നിങ്ങൾ ശ്രമിക്കൂ, നിങ്ങൾക്ക് എന്ത് കിട്ടും? വിജയം കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് ഫസ്റ്റിൽ തന്നെ ഒരു മോട്ടിവേഷൻ തന്നു. നോക്കൂ. It is only with the heart that one can see rightly. What is essential is invisible to the eye. ഇത് പറഞ്ഞതാരാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കണം. The Little Prince. ലിറ്റിൽ പ്രിൻസ്, അങ്ങനെ ഒരു പ്രിൻസ് ഉണ്ടോ? അത് ആരായിരിക്കും? എന്താ ലിറ്റിൽ പ്രിൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്? ഇതേതോ ഒരു കഥാപാത്രമാണ്. നോക്കൂ. ഫ്രഞ്ച് എഴുത്തുകാരനും കവിയുമായ ആൻ്റണി ഡി സെൻ്റ് എക്സ്യുപെറി എഴുതിയ പ്രസിദ്ധമായ ഒരു നോവലിൻ്റെ പേരാണ് ദ ലിറ്റിൽ പ്രിൻസ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേറ്റ് ചെയ്ത അല്ലെങ്കിൽ വിവർത്തനം ചെയ്ത പുസ്തകങ്ങളിൽ ഒന്നാണ് ഈ ലിറ്റിൽ പ്രിൻസ്. ഈ ലിറ്റിൽ പ്രിൻസിൻ്റെ ജസ്റ്റ് എന്താണ് സംഭവം നമുക്ക് നോക്കാം. A young prince who visits various planets including Earth and addresses themes of loneliness, friendship, love and loss. അതായത് ഒരുപാട് പ്ലാനറ്റ്സ് ഒക്കെ സന്ദർശിച്ച ഒരു കൊച്ചു പ്രിൻസ്. നമ്മുടെ ഭൂമി ഉൾപ്പെടെ ഒരുപാട് പ്ലാനറ്റ്സ് സന്ദർശിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തീം അവിടെ എന്തൊക്കെയാണ് ആ കുട്ടി അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെ പറ്റിയൊക്കെ ഈ കുട്ടി ഇവിടെ പറയുന്നു? ലോൺലിനെസ്, ഏകാന്തത, ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ ലവ്, അതുപോലെ തന്നെ ലോസ്, നഷ്ടവും സ്നേഹവും ഒക്കെ ഇതൊക്കെ കണ്ടതാണ് ഈ പ്രിൻസ്. അപ്പോൾ ഈ പ്രിൻസാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. എന്ത്? ഇറ്റ് ഈസ് ഓൺലി വിത്ത് ദ ഹാർട്ട് ദാറ്റ് വൺ ക്യാൻ സീ റൈറ്റ്ലി വാട്ട് ഈസ് എസെൻഷ്യൽ ഈസ് ഇൻവിസിബിൾ ടു ദി ഐ എന്നുള്ളത്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ണുകൊണ്ട് മാത്രം നോക്കി കാണരുതെന്ന് പണ്ടുള്ളവരും പറയും അല്ലേ. ഹൃദയം കൊണ്ട് കാണുക അല്ലേ. എന്താ പറയുന്നത്? ഹാർട്ടിലൂടെ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നന്നായിട്ട് കാണാൻ പറ്റും അല്ലേ. ഓരോരുത്തരും ആസ്വദിക്കുന്ന രീതിയും വ്യത്യസ്തമായിരിക്കും. ചിലർ ജസ്റ്റ് നോക്കുക, പോവുക. ചിലരെന്താണ് അതിൻ്റെ ആഴങ്ങളിലേക്ക് നോക്കി അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതാണെങ്കിൽ എന്ത് ചെയ്യും? അത് കൂടുതൽ നമ്മുടെ ഹൃദയത്തിലേക്ക് പതിപ്പിക്കും. പ്രത്യേകിച്ച് ചിത്രരചനയൊക്കെ ചെയ്യുന്നവരല്ലേ, അവരെങ്ങനെയാണ്? കണ്ണുകൊണ്ട് മാത്രം കണ്ടിട്ട് പോവുകയാണോ? അവർ ആഴങ്ങളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് നോക്കും. അതുപോലെ നമ്മൾ ഒരാളുടെ സങ്കടം കാണാൻ നമ്മൾ ജസ്റ്റ് കണ്ണുകൊണ്ട് മാത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമോ? ഇല്ല. സിമ്പതിയും എമ്പതിയും ഒക്കെ തോന്നണം അല്ലേ. നമ്മുടെ ഹൃദയത്തിലാണ് അതൊക്കെ തോന്നേണ്ടത്. അപ്പോൾ ഹൃദയം കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റായിട്ട് കാണാൻ ഉള്ളത് എന്താണ് എന്ന് കാണാൻ പറ്റും. ചിലപ്പോൾ കണ്ണുകൾക്ക് അത് കാണാനുള്ള ശേഷി ഉണ്ടായെന്ന് വരില്ല. ഓക്കെ, നോക്കൂ മക്കളെ, നിങ്ങൾക്കതാ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതാ നോക്കൂ. എന്തോ തകർന്നടിഞ്ഞ് കിടക്കുന്ന കെട്ടിടങ്ങൾ, ഒരു പ്രാവ്, അതിനെ പിടിച്ച ഒരു കുട്ടി. ഇപ്പുറത്ത് നോക്കൂ, രണ്ട് കൈകൾ, ചെറിയ നാമ്പുകൾ, ഇങ്ങനെ വള്ളിച്ചെടികൾ. എന്താ സംഭവം? സൂര്യൻ ഉദിച്ചു വരുന്നു. എന്താണ്? തകർച്ചയാണല്ലേ. എല്ലാം തകർന്നു പോയി. അവിടെയും എന്താണ്? പ്രതീക്ഷയുടെ പുതിയ നാമ്പുകൾ. ആ കൈകൾ കണ്ടോ? രണ്ട് കൈക്കും രണ്ട് കളറാണ് അല്ലേ. അപ്പോൾ അതായത് കറുപ്പ് വെളുപ്പ് വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരുമിച്ച് അല്ലേ. അതിവിടെ എല്ലാവരും എന്താണ്? ഈ വീഴ്ചയിൽ ഉയർന്നു വരേണ്ടവർ തന്നെ. എല്ലാവർക്കും ഇത് ഒരുപോലെ ബാധകമാണ്. സമൂഹത്തിൽ നമ്മൾ ഉയർന്നവനോ താഴ്ന്നവനോ വെളുത്തവനോ കറുത്തവനോ ഒന്നുമല്ല. ഓരോ വീഴ്ചയിൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ഉയർന്നു വരാൻ ശ്രമിക്കണം. അവിടെ ഇതൊന്നും ഒരു ബാധകമല്ല. ഇനി ഇതാ നോക്കൂ, അവിടെ നിന്നും എന്താണ്? ഉദിച്ചുയരുന്ന സൂര്യനൊപ്പം നമ്മുടെ പ്രത്യാശയുടെ, സമാധാനത്തിൻ്റെ ഒക്കെ പ്രതീകമായ വെള്ളരിപ്രാവിനെ പിടിച്ച് ആ കുട്ടി പ്രതീക്ഷയിലേക്ക് കയറി വരുന്നു. ഒരുപാട് നാശനഷ്ടങ്ങൾക്കിടയിലും പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് വരുന്നു. കണ്ടോ? തോൽവി തന്നെയാണ്. ആ തോൽവിയിലും
എന്താ ഇനിയൊരു ജീവിതമുണ്ട്, നാളെയുമുണ്ട് അല്ലേ? ഇന്ന് അവസാനിച്ച ഇന്നത്തോടു കൂടി തീർന്നോ? ഇനി ഒരു പ്രഭാതമുണ്ട്, ദേ പ്രഭാതം പൊട്ടി വിടരുന്നു. ഇവിടെ നമ്മൾക്ക് ഇനിയൊരു ജീവിതമുണ്ട് എന്നിവിടെ പിക്ചറിലൂടെ കാണിക്കുന്നു അല്ലേ? അതെ. അപ്പം നമുക്ക് പഠിക്കാനുള്ളത് ഷോർട്ട് സ്റ്റോറി ഉണ്ട്, സർവൈവർ ടെസ്റ്റിമണി ഉണ്ട്, ഒരു ഡ്രമാറ്റിക് സ്പീച്ച് ഉണ്ട്. ഇതിൽ മൂന്നിലും നമ്മൾ ഫസ്റ്റ് തന്നെ ഷോർട്ട് സ്റ്റോറി നോക്കുന്നു. സിമ്പിൾ ആയതുകൊണ്ട് തന്നെ സുഖമായിട്ട് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. നോക്കൂ മക്കളെ, പേജ് നമ്പർ 8 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ലെറ്റസ് ലോഗിൻ. നമുക്ക് കയറാം. എങ്ങനെ? ദർ ഈസ് നോ സൺ വിത്തൗട്ട് ഷാഡോ, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദ ലൈറ്റ്. ആൽബർട്ട് കാമു. എന്തോ പറഞ്ഞത്? ദർ ഇസ് നോ സൺ വിത്തൗട്ട് ഷാഡോ അല്ലേ? സൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ദേഹത്ത് സണ്ണ് വരുന്നു, അല്ലെങ്കിൽ അല്ലാതെ തന്നെ സണ്ണിനെ കാണുന്നു. എന്തുണ്ട്? അതിനൊരു ഷാഡോ ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഒരു ഷാഡോ ഉണ്ട്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദ നൈറ്റ്. അതുപോലെ തന്നെ എന്തും അറിഞ്ഞിരിക്കണം, നൈറ്റും അറിഞ്ഞിരിക്കണം. എന്താ സംഭവം? സൺ എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രതീകമാണ് മക്കളെ? ലൈറ്റിൻ്റെ പ്രതീകമാണ്. അതിനോടൊപ്പം ചേർന്ന് തന്നെ എന്തും പറയുന്നുണ്ട്? ഷാഡോയും പറയുന്നുണ്ട് അല്ലേ? ഷാഡോ അല്ലെങ്കിൽ ലൈറ്റ്, നൈറ്റ്, ഇരുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അതെ, ഇരുട്ടിൻ്റെ പ്രതീകമാണ് ഷാഡോ അല്ലേ? അപ്പോൾ വേറൊന്ന് ചോദിക്കട്ടെ, ഈ ലൈറ്റ് ഇല്ലാതെ ഷാഡോ ഉണ്ടാവുമോ? നമ്മൾ ഒരു ലൈറ്റും ഇല്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് ഷാഡോ കിട്ടുമോ? ഇല്ല. അപ്പോൾ ഈ ലൈറ്റിനെ അക്കമ്പനി ചെയ്ത് വരുന്നത് തന്നെയാണ് ഷാഡോ. അല്ലെങ്കിൽ ഷാഡോ വരണമെങ്കിൽ എന്ത് വേണം? ലൈറ്റ് വേണം. അപ്പോൾ ഇത് രണ്ടും എന്താണ്? എസെൻഷ്യലാണ്. പിന്നെ എന്തും പറയുന്നു? ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദി നൈറ്റ്. നൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക്നെസ്, ഇത് നിങ്ങൾ അറിയുക എന്നുള്ളതും എന്ത് തന്നെയാണ്? എസെൻഷ്യലാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നൈറ്റ് അല്ലെങ്കിൽ ഈ ഡാർക്ക്നെസ്സിനെ നമ്മൾ വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾക്ക് എന്ത് മനസ്സിലാകൂ? ലൈറ്റിൻ്റെ ഒരു പവർ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ലൈറ്റ് പോസിറ്റിവിറ്റിയാണല്ലേ, നൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക്നെസ് നെഗറ്റിവിറ്റിയാണ്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ആസ്പെക്ട്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടായാൽ മാത്രമേ നമ്മൾ എന്ത് തിരിച്ചറിയുകയുള്ളൂ? പോസിറ്റീവ് ആസ്പെക്ട്സിൻ്റെ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ വില നമുക്ക് മനസ്സിലാവും അല്ലേ? ലൈറ്റ് മാത്രമാണ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വില അറിയാൻ പറ്റുമോ? ഇല്ല. ഡാർക്ക്നെസ് മാത്രമാണ് ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഒരിക്കൽ പോലും ലൈറ്റ് കണ്ടിട്ടില്ല. അങ്ങനെ ഒരാൾക്ക് ലൈറ്റ് എന്താണെന്നും അറിയില്ല. ഇത് രണ്ടും എന്ത് തന്നെയാണ്? എസെൻഷ്യൽ തന്നെയാണ് അല്ലേ? നമ്മളെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ തട്ടി ഒരു വെളിച്ചം എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് മനസ്സിലാക്കുന്നത് അല്ലേ? ആ വെളിച്ചത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നോക്കൂ, വാട്ട് ഡു യു തിങ്ക് സൺ ആൻഡ് ഷാഡോ മീൻ ഇൻ ദ കോണ്ടെക്സ്റ്റ്? സണ്ണും ഷാഡോയും ഇതിൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? സൺ റെപ്രസെൻറ്റ്സ് ദി പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ്, വേറസ് എന്ത്? ഷാഡോ റെപ്രസെൻറ്റ്സ് ദ നെഗറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറഞ്ഞങ്ങ് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സെൻറ്റൻസ് മതി എന്നുള്ളത് കൊണ്ട് അത്രേ പറയുന്നുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ നൈറ്റ് റെപ്രസെൻറ്റ്? നൈറ്റ് എന്താണ് നൈറ്റ് എന്നുള്ളത് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ടു ട്രൂലി അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്രീഷിയേറ്റ് ലൈഫ് വി മസ്റ്റ് ഗോ ത്രൂ ദി നൈറ്റ്. ലൈറ്റ് ഹാസ് മോർ മീനിങ് വെൻ യു ഹാവ് നോൺ ഡാർക്ക്നെസ്. കണ്ടോ? നമ്മുടെ ലൈഫിനെ ശരിക്കും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തിലൂടെ കടന്നു പോകണം? ഇരുട്ടിലൂടെ, ഡാർക്ക്നെസ്സിലൂടെ, പ്രശ്നങ്ങളിലൂടെ, പ്രോബ്ലംസിലൂടെ കടന്നു പോകണം. ലൈറ്റ് ഹാസ് മോർ മീനിങ്. ലൈറ്റിന് കൂടുതൽ അർത്ഥങ്ങൾ ഉണ്ടാകും. എപ്പോൾ? വെൻ യു ഹാവ് നോൺ ഡാർക്ക്നെസ്. നിങ്ങൾ ഡാർക്ക്നെസ് എങ്ങനെയാണ്, എന്താണ് ഡാർക്ക്നെസ്, ഇരുട്ട്, പ്രോബ്ലംസ് എന്താണെന്ന് അറിയുമ്പോൾ മാത്രമേ ലൈറ്റിന് കൂടുതൽ വില ഉണ്ടാവുകയുള്ളൂ. അതാണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. ഇനി ഹൗ ആർ ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ് റിലേറ്റഡ് ടു ഈച്ച് അതർ? ഗുഡ് ടൈംസ്, ബാഡ് ടൈംസ് ഇതെങ്ങനെ റിലേറ്റഡ് ആവും? അതൊരു കോയിനിൻ്റെ രണ്ട് വശങ്ങളാണ് മക്കളെ, സൂര്യനും ഷാഡോയും പോലെ തന്നെ. ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ് ആർ ഡീപ്ലി കണക്റ്റഡ് like two sides of a coin. You only know how strong the good times are when you have been through the bad times. ബാഡ് ടൈംസിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ഗുഡ് ടൈംസ് എത്ര മനോഹരമായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. യു മേ ഡിസ്കസ് ദീസ് ക്വസ്റ്റ്യൻസ് ഇൻ ക്ലാസ് ഇൻ ഗ്രൂപ്പ്സ്. അപ്പോൾ ഗ്രൂപ്പ്സിൽ ഇനി ഇത് ഡിസ്കസ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ നോക്കാം. ലെറ്റ് us read and reflect. Kindness and empathy are essential qualities in our world. Kindness എന്താണ്? ദയ. എമ്പതി, ഒരാളുടെ പ്രശ്നം എൻ്റെ പ്രശ്നമാണ് എന്ന് തോന്നുന്നു, അതാണ് എന്ത്? സഹാനുഭൂതി. അല്ലെങ്കിൽ എന്താണ്? ഓ, അതെനിക്ക്, ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ എന്നൊരു തോന്നൽ, അതാണ് എമ്പതി.
ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് തന്നെയാണ്. ദീസ് സ്പ്രെഡ് ലൈറ്റ് ആൻഡ് ഹോപ്പ് ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ, ഏതൊക്കെയാ? കൈൻഡ്നെസ്സും എംപതിയും. ഇതുണ്ടെങ്കിൽ മാത്രമേ എന്ത് ലൈറ്റും ഹോപ്പും ഒക്കെ എത്ര ഡാർക്കസ്റ്റ് ആയിട്ടുള്ള സമയത്തും പ്രതീക്ഷ അല്ലെങ്കിൽ വെളിച്ചമൊക്കെ നമുക്ക് ഉണ്ടാകുകയുള്ളൂ. ഏതൊക്കെയാണ്? രണ്ടെണ്ണം ഓർമ്മയുണ്ടല്ലോ. എന്തൊക്കെയാണ്? കൈൻഡ്നെസ്സും എംപതിയും. അവർ സൊസൈറ്റി ടെൻസ് ടു ഐസൊലേറ്റ് ദ വൺസ് ഹൂ അപ്പിയർ ഡിഫറൻറ്റ്, അല്ലേ? നമ്മുടെ സൊസൈറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലേ, ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ ഇതെന്താ അയാൾ ഇങ്ങനെ ഇരിക്കുന്നത് നോക്കൂ, അയാളെ എന്ത് ചെയ്യും? അങ്ങ് ഒറ്റപ്പെടുത്തും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉള്ള ഒരാളെ അയാളെ എന്ത് ചെയ്യും? അങ്ങ് സൊസൈറ്റിയുടെ ഒരു ഭാഗത്ത് നിന്ന് മാറ്റി നിർത്തും. എല്ലാവരും അങ്ങനെയല്ല, കൂടുതൽ പേരും അങ്ങനെ തന്നെയാണ്. എസ്പെഷ്യലി ദോസ് ഹു ആർ വീക്ക് ആൻഡ് വൾണറബിൾ. എന്താണ്? എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉള്ള, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുക, അല്ലെങ്കിൽ എന്തെങ്കിലും അവയവം നഷ്ടപ്പെട്ട, അങ്ങനെ എന്തെങ്കിലും, ഇപ്പോൾ കാഴ്ച മങ്ങിയ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിഫക്ട്സ് ഉള്ള ആൾക്കാരെ, അല്ലെങ്കിൽ വീക്ക്നെസ് ഉള്ള, ക്ഷീണമുള്ള, വയ്യായികയുള്ള ആൾക്കാരെയൊക്കെ എന്താ ചെയ്യുക? ഒഴിവാക്കി, ഒറ്റപ്പെടുത്തി, ഐസൊലേറ്റ് ചെയ്ത് നിർത്തുകയാണ് നമ്മുടെ സൊസൈറ്റി ചെയ്യുക. We may not always realize that even small acts of compassion can have a significant impact on many lives. നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്താണ്? വളരെ ചെറിയ ഒരു സഹാനുഭൂതി നമ്മൾ അവരിൽ കാണിച്ചാൽ പോലും എന്താണ്? ഹാവ് എ സിഗ്നിഫിക്കൻ്റ് ഇമ്പാക്റ്റ് ഓൺ മെനി ലൈഫ്സ്. ഒരുപാട് ജീവിതങ്ങളിൽ വളരെ ചെറിയൊരു, ഇപ്പോൾ ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ നമ്മളും ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. ജസ്റ്റ് അവരെ കൂടി ചേർത്ത് പിടിച്ച് കൊണ്ടുപോയാൽ പോലും ഒരു വലിയ ഹെൽപ്പാണ് നമ്മൾ ചെയ്യുന്നത് അവരോട്. അതുപോലും നമ്മളിൽ പലരും എന്ത് ചെയ്യുന്നില്ല? മനസ്സിലാക്കുന്നില്ല. ഒരു ചെറിയ കമ്പാഷൻ പോലും അവരോട് കാണിക്കാറില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുമല്ലോ നമുക്ക് കിട്ടുന്ന ഈ പഠിക്കാൻ പോകുന്ന കഥ. അപ്പോൾ നമുക്ക് ആദ്യം അത് നോക്കണം. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ്. എന്താണ്? വെരി ഓൾഡ് മാൻ, ഒരുപാട് പ്രായം ചെന്ന ഒരു മനുഷ്യനാണ്. വിത്ത് ഇനോർമസ് വിങ്സ്, വളരെ ഭീമമായ വലുതായ വിങ്സ് ഉണ്ട്, ചിറകുകൾ അദ്ദേഹത്തിനുണ്ട്. എഴുതിയത് ഗബ്രിയേൽ ഗാർഷിയ മാർക്കൂസ്. ആരാണ് ഗബ്രിയേൽ ഗാർഷിയ മാർക്കൂസ്? നോക്കൂ. Gabriel Garcia Marquez was a Colombian novelist and one of the greatest writers of the 20th century. 20th centuryയിലെ എന്താണ് ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സാണ്. കൊളംബിയൻ നോവലിസ്റ്റാണ്. കൊളംബിയ ഈസ് എ ലാറ്റിൻ അമേരിക്കൻ കൺട്രിയാണ് കൊളംബിയ. അവിടെയുള്ള ആളാണ്, നോവലിസ്റ്റാണ്. പിന്നെ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് 20th century ആണ്. He was awarded the Nobel Prize for Literature in 1982. 1982 ഇപ്പോൾ 20th century എന്ന് പറയുമ്പോൾ 1900 മുതലുള്ളതാണ് 20th century കേട്ടോ. 1982 അദ്ദേഹത്തിന് എന്ത് കിട്ടി? നൊബൈൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചറിന് നൊബൈൽ പ്രൈസ് കിട്ടി. ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ വർക്ക്സ് പഠിച്ചു വെച്ചിരിക്കണം, ഭാവിയിലും ഗുണം ചെയ്യും. ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ കാലത്തെ പ്രണയം എന്ന് പറഞ്ഞ് മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോ വൺ റൈറ്റ്സ് ടു ദി കേണൽ ആൻഡ് 100 years of solitude. 100 years of solitudeും ഇതുപോലെ ഒരുപാട് പേര് വായിച്ചിട്ടുള്ള കഥയാണ്. പിന്നെന്താണ്? വേറെണ്ണം പറഞ്ഞല്ലോ, നോ വൺ റൈറ്റ്സ് ടു ദി കേണൽ. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് വർക്ക്സ് ആണ്. ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ഓഫ് അവർ ടൈം. നമ്മുടെ കാലഘട്ടത്തിലെ അറിയപ്പെടുന്ന ലാറ്റിൻ അമേരിക്കൻ റൈറ്ററാണ് ആര്? ഗബ്രിയേൽ ഗാർഷിയ മാർക്കൂസ്. സ്പെല്ലിങ് കറക്റ്റായിട്ട് പഠിക്കണേ, ഇച്ചിരി ഡിഫിക്കൽട്ടാണ്, അപ്പോൾ കറക്റ്റായിട്ട് പഠിക്കാം. അപ്പോൾ പാഠത്തിലോട്ട് കിടക്കാം നമുക്ക്. നോക്കൂ. The night was weak even at noon. When Peleo was coming back to the house, it was hard for him to see what was moving and groaning in the rear of the courtyard. അപ്പോൾ ഒന്നാമത്തെ ക്യാരക്ടർ നോക്കൂ, എന്താണ് പേര്? പെലയോ. സ്പെല്ലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ലൈറ്റ് വീക്കായിരുന്നു, ഉച്ചയായിട്ട് പോലും അത്ര നല്ല വെട്ടം അവിടെ ഇല്ല. അപ്പോൾ ആരാണ് വരുന്നത്? പെലയോ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒന്ന് മൂവ് ചെയ്യുന്നതും ഞെരുങ്ങുന്നതുമായിട്ട് കണ്ടു. എവിടെ? അദ്ദേഹത്തിൻ്റെ കോർട്ട്യാർഡിൻ്റെ ബാക്ക് വശത്ത്, മുറ്റത്തിൻ്റെ ബാക്ക് ഭാഗത്ത് എന്തോ ഒന്നിങ്ങനെ ഇഴയുകയും ഞെരുങ്ങുകയും ഒക്കെ ചെയ്യുന്നു. അതെന്താണെന്ന് ക്ലിയറായിട്ട് അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നില്ല. ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് എൻ ഓൾഡ് മാൻ. വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹത്തിന്, വളരെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന് നോക്കേണ്ടി വന്നു അത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ. എന്താണത്? ഒരുപാട് പ്രായമുള്ള ഒരു മനുഷ്യനാണ്. എ വെരി ഓൾഡ് മാൻ. ദ മാൻ വാസ് ലൈയിങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ ചെളിയിൽ ഇങ്ങനെ അമുങ്ങി ഇരിക്കുന്ന രീതിയിൽ ആയിരുന്നു. In spite of his tremendous efforts, the man couldn't get up.
ഇംപെഡഡ് ബൈ ഹിസ് എനോർമസ് വിങ്സ്. ഒരുപാട് ശ്രമിച്ചു. അദ്ദേഹത്തിന് ആ മൂക്ക് ഇങ്ങനെ പറ്റി ഇങ്ങനെ ഇരിക്കുകയല്ലേ മുഖം, അദ്ദേഹത്തിനൊന്ന് നൂരാൻ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ട്രമൻഡസ് ആയിട്ടുള്ള ഒരുപാട് എഫേർട്സ് അദ്ദേഹം എടുത്തിട്ട് പോലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന് തിരിയാൻ പോലും പറ്റുന്നില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിനെ എംപഡ് ചെയ്ത് തടസ്സമായിട്ട് എന്ത് നിൽക്കുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ ഭീമമായ ചിറകിങ്ങനെ അദ്ദേഹത്തിനെ പൊതിഞ്ഞ് വലഞ്ഞിങ്ങനെ നിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഭാരം കാരണം അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഉയരാനായിട്ട് അല്ലെങ്കിൽ എഴുന്നേൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ്, അത് കാണുമ്പോൾ അദ്ദേഹത്തിന് ഞെട്ടലല്ലേ. ചിറകുള്ള പ്രായം ചെന്ന മനുഷ്യൻ ഇന്ന് വരെ കണ്ടിട്ടില്ല, ഞെട്ടിപ്പോത്തില്ലയോ? ഞെട്ടി. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ് പെലയോ റാൻ ടു ഗെറ്റ് എലിസൻഡ ഹീസ് വൈഫ്. അല്ല പിന്നെ പേടിച്ചപ്പോൾ ആരെ വിളിക്കാൻ പോയി? അകത്തോട്ടോടി എലിസൻ്റെ വിളിച്ചുകൊണ്ട് വരാം. ആരാണ് എലിസൻഡ? അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഇച്ചിരി ധൈര്യമുള്ള കൂട്ടത്തിലാണ്. ഷീ വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. അവരുടെ കുട്ടിക്ക് എന്താണ്? സിക്കാണ്, സുഖമില്ല. അതിൻ്റെ ദേഹത്തിൽ കംപ്രസസ് വയ്ക്കുകയാണ്. കംപ്രസസ് വയ്ക്കുന്നത് ഇപ്പോൾ നമുക്ക് നെറ്റി ഒന്ന് ഇടിച്ച് മുഴച്ചു, അപ്പോൾ എന്താണ്? നമ്മൾ ഐസ് ബാഗ് വയ്ക്കും. അല്ല, നമുക്ക് ഭയങ്കര പെയിൻ ബാഗിൽ അല്ല നമുക്ക് ഭയങ്കര പെയിൻ ഇവിടെ നമ്മുടെ ബാക്കിൽ അല്ലെങ്കിൽ ഷോൾഡറിൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹോട്ട് വാട്ടർ ബാഗ് വയ്ക്കും. ഇതെല്ലാം എന്ത് നെക്ക് കംപ്രസേഴ്സായിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അതിലേതോ ഒന്നാണ് ആ കുട്ടിക്ക് വേണ്ടി അവർ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്ന ഭാര്യയെ വിളിച്ചു. ഹി ടുക്ക് ഹർ ടു ദി റെയർ ഓഫ് ദി കോർട്ട്യാർഡ്. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദി ഫോളൻ ബോഡി. അപ്പോൾ അവരെയും കൂടെ വിളിച്ചുകൊണ്ട് എങ്ങോട്ടേക്ക് വന്നു? കോർട്ട്യാർഡിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് വന്നു. അവർ രണ്ടുപേരും ആ വീണ് കിടക്കുന്ന അവിടെ കിടക്കുന്ന ആ ബോഡിയിലേക്ക്, ഒരു മനുഷ്യനാണോ അത് എന്താണെന്ന് അറിയില്ല, ആ ബോഡിയിലേക്ക് ദേ നോക്കുക. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. അദ്ദേഹത്തിൻ്റെ വേഷം കണ്ടാൽ ഒരു കീറിയ തുണികളൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വരത്തില്ലേ, പഴംതുണി ശേഖരിക്കാനൊക്കെ ആയിട്ട് വരത്തില്ലേ, റാഗ് അങ്ങനെയുള്ള ഇതൊക്കെ ശേഖരിക്കുന്ന ഒരാളെ പോലെ ഉണ്ട്. There were only a few faded hairs left on his bald skull. അദ്ദേഹത്തിൻ്റെ മൊത്തത്തിൽ മുടിയില്ല, പക്ഷേ എന്തുണ്ട്? കുറച്ച് രോമങ്ങൾ മാത്രം അദ്ദേഹത്തിൻ്റെ സ്കള്ളിൽ ഇങ്ങനെ ഉണ്ട്. ആൻഡ് വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. വായ്ക്കകത്തും വളരെ കുറച്ച് പല്ലുകളേ ഉള്ളൂ. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രെഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശോചനീയമായ ദയനീയമായ അവസ്ഥ കണ്ടാൽ മൊത്തത്തിൽ നനഞ്ഞ് എഴുന്നേക്കാൻ വയ്യാത്ത ഒരു പ്രായം ചെന്ന ഒരു കിഴവൻ എന്നുള്ള ഒരു ലെവലാണ്. ദിസ് ടുക്ക് അവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡ്യൂർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു മഹത്വം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചിറകൊക്കെ ഉള്ളൊരു വലിയ മനുഷ്യനായിരിക്കും, ഒരു പക്ഷേ അദ്ദേഹം രാജാവായിരിക്കാം, ആരെങ്കിലുമൊക്കെ ആയിരിക്കാം അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് മഹത്വം ഉണ്ടെങ്കിലും ഈ ഒരു ചിന്ത അതെല്ലാം കൊണ്ടങ്ങ് കളഞ്ഞു. എന്താണ്? ഒരു റാഗ് പിക്കർ എന്നുള്ള ചിന്തയാണല്ലേ. അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപവും ഒക്കെ കണ്ട് അവരങ്ങനെയല്ലേ ചിന്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹത്വം അല്ലെങ്കിൽ ശ്രേഷ്ഠത അതോടുകൂടി പോയി. ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹം ശ്രേഷ്ഠതയുള്ള ആളാണ് എന്ന് പറയുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് ഇവിടെ തന്നെ വീണുടഞ്ഞു. His huge buzzard wings, dirty and half plucked, were entangled in the mud. ഇനി ഹ്യൂജ് ആയിട്ടുള്ള ബസാർഡ് വെള്ള പരുന്തിനെ പോലുള്ള വലിയ ചിറക്, ഡേർട്ടിയാണ്, അഴുക്കാണ്, ഹാഫ് പ്ലക്ട് കുറേയൊക്കെ പൊഴിഞ്ഞു പോയതുമാണ്. വെയർ എൻറ്റാങ്കിൾഡ് കെട്ടുപിണഞ്ഞ് കിടക്കുന്നു, കുടുങ്ങിക്കിടക്കുന്നു. എവിടെ? ഇൻ ദ മഡ്, ആ ചെളിയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നു. ദേ ലുക്ക്ഡ് അറ്റ് ഹിം സോ ലോങ് and so closely that Peleo and Elisenda very soon overcame their surprise. കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുക. എന്തിനാ? സർപ്രൈസ്ഡ്. ദേ ലുക്ക്ഡ് അറ്റ് ഹിം സോ ലോങ്, കുറേ നേരം നോക്കി നിന്നു. സോ ക്ലോസ്ലി, അടുത്ത് എന്നിങ്ങനെ നോക്കി നിന്നു. ദാറ്റ് പെലയോ ആൻഡ് എലിസൻഡ വെരി സൂൺ ഓവർകെയിം ദെയർ സർപ്രൈസ്. പെട്ടെന്ന് തന്നെ സർപ്രൈസൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ബോധത്തിലോട്ട് വന്നു. ഇൻ ദ എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എന്ത് മനസ്സിലായി? എന്തോ ഒരു പരിചയമൊക്കെ അയാളോട് തോന്നുന്നത് പോലെ, അല്ലെങ്കിൽ അയാളോട് അടുപ്പം കാണിക്കാൻ തുടങ്ങി. ഇതുവരെ പേടിയായിരുന്നു അല്ലേ, ഒരടുപ്പം. ദെൻ ദേ ഡെയർഡ് സ്പീക്ക് ടു ഹിം. പിന്നെ അവർക്ക് അയാളോട് സംസാരിക്കാനൊക്കെ പറ്റി. സംസാരിച്ചു. ഹി ആൻസേർഡ് ഇൻ ആൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ് വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. എന്താണ് ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ഭാഷാ രീതിയാണ്. അപ്പോൾ മനസ്സിലാകാൻ പറ്റാത്ത ഏതോ ഒരു ഡയലക്റ്റിൽ അദ്ദേഹം എന്തു പറഞ്ഞു? മറുപടിയും പറഞ്ഞു. പക്ഷേ ആ മറുപടിയുടെ സംസാരം കേട്ടാൽ എന്ത് തോന്നും? ഒരു സെയിലർ, ഒരു നാവികൻ്റെ ഒരു സ്ട്രോങ് വോയിസിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. They concluded that he was a lonely castaway from some foreign ship wrecked by the storm.
അന്നേരം ആളെ അവർക്ക് അപ്പം തന്നെ പിടികിട്ടി. എന്താ അവർ പറഞ്ഞത്? അദ്ദേഹം ആരായിരുന്നു? ഒരു ഒറ്റപ്പെട്ട് വന്ന ഒരു കാസ്റ്റവേ എന്ന് പറഞ്ഞാൽ എന്താണ്, കപ്പൽ അപകടത്തിൽ എന്താണ് ഏതോ ഒരു ദൂരദേശത്ത് എത്തി വന്ന ഒരു സെയിലറായിരിക്കും. ഒരു ഫോറിൻ ഷിപ്പിൽ നിന്ന് വന്ന ഒരാളാണ്. അവരുടെ ഷിപ്പ് എന്ത് പറ്റി? ആ കടലിൽ കാറ്റത്തങ്ങ് തകർന്നു പോയി എന്ന് അവരങ്ങ് തീരുമാനിച്ചു. അങ്ങനെ വന്നു കയറിയ ഒരു കാസ്റ്റവേ ആണ്, അല്ലെങ്കിൽ കപ്പലപകടത്തിൽ വന്നു കയറിയ ഒരു സെയിലർ തന്നെ, ഇദ്ദേഹം ഒരു സെയിലർ തന്നെ എന്നങ്ങ് തീരുമാനിച്ചു. ദെൻ ദേ കോൾഡ് ഇൻ എ നൈബർ വുമൺ ടു സീ ഹിം. ഇനിയിപ്പോൾ നമ്മൾ മാത്രം കണ്ടാൽ മതിയോ? അപ്പുറത്തെ ചേച്ചിയെ കാണിക്കണ്ടായോ? ചേച്ചിയും കൂടെ ഇനി വിളിച്ചു. ചേച്ചി വന്നു. അപ്പോൾ ചേച്ചി ഇവരെക്കാളും വലിയ ചിന്താഗതിയുള്ള ആളാണ്. അപ്പോൾ ചേച്ചി എന്ത് പറഞ്ഞു? ഓൾ ഷീ നീഡഡ് വാസ് വൺ ലുക്ക് ടു ഷോ ദം ദെയർ മിസ്റ്റേക്ക്. ഒറ്റ നോട്ടേ ചേച്ചി നോക്കിയുള്ളൂ. അപ്പോഴേ അവരെ മിസ്റ്റേക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. എന്തുവാ നിങ്ങളെ മിസ്റ്റേക്ക്? ഹീസ് ആൻ ഏഞ്ചൽ. അയാൾ ആരാ? അയാൾ ഏഞ്ചലാണ്, മാലാകയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും അല്ല. ഷീ ടോൾഡ്. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞ തെറ്റാന്നേ. തെറ്റാര് കണ്ടുപിടിച്ചു? ചേച്ചി കണ്ടുപിടിച്ച് കൊടുത്തേ. എന്തുവാ? സെയിലർ ഒന്നുമല്ല. ആരാ? മാലാഖയാണ്. ഷീ ടോൾഡ് ദം ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ് ബട്ട് ദ പുവർ ഫെലോ ഈസ് സോ ഓൾഡ് ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ. എന്താണ്? ആ കുട്ടിയെ തിരക്കി ഇങ്ങനെ, കുട്ടിക്ക് വേണ്ടി, കുട്ടിയൊന്ന് സമാധാനിപ്പിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നതായിരിക്കും അല്ലയോ? അപ്പോഴെന്ത് സംഭവിച്ചു? അപ്പോഴ് മഴ പെയ്തപ്പോൾ അദ്ദേഹം ദാണ്ട് ഇവിടെ വന്നങ്ങ് വീണതാണ്. അല്ലാതെ ഇനി ഒന്നുമല്ല. ഇദ്ദേഹം മിണ്ടാത്തടത്തോളൂ, ഇദ്ദേഹം മിണ്ടുന്നത് നമുക്ക് മനസ്സിലാവാത്തടത്തോളൂ നമുക്ക് അദ്ദേഹത്തെ പറ്റി എന്തും പറഞ്ഞുകൂടായോ? പറയാം. അപ്പം ഈ ചേച്ചിക്ക് ഇങ്ങനെയാണ് അദ്ദേഹം. ഓക്കെ. ഓൺ ദ ഫോളോയിങ് ഡേ എവരിവൺ ന്യൂ ദാറ്റ് ദ ഫ്ലഷ് and blood angel was held captive in Peleo's house. അപ്പോൾ ഇനി പിറ്റേന്ന് തന്നെ ആ ചേച്ചി അറിഞ്ഞാൽ പോരായോ? അപ്പോൾ നാട് മൊത്തം ചേച്ചി കുടുംബശ്രീയിലൊക്കെ ഉള്ളതായിരിക്കും കേട്ടോ. കുടുംബശ്രീക്കാരെ കുറ്റം പറഞ്ഞല്ല കേട്ടോ. എന്തോ ആയിക്കോട്ടെ, ആ ചേച്ചി പറഞ്ഞു, അത്രയോ. ഓൺ ദ ഫോളോയിങ് ഡേ, പിറ്റേ ദിവസം എല്ലാവരും അറിഞ്ഞു. എന്താണ്? ഫ്ലഷും ബ്ലഡും ഒക്കെ ഉള്ളൊരു ഏഞ്ചൽ എങ്ങോട്ട് വന്നു? ആ പെലയോടെ ഹൗസിൽ എന്ത് ചെയ്യാണ്? കുടുങ്ങി അവിടെ ഇങ്ങനെ കിടപ്പുണ്ട് എന്ന് അറിഞ്ഞു. പെലയോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ. പെലയോ ഇങ്ങനെ കിച്ചണിൽ നിന്നുകൊണ്ട് ഉച്ച മുഴുവൻ അദ്ദേഹത്തെ ഉച്ചയ്ക്ക് മൊത്തം നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ആംഡ് വിത്ത് ഹിസ് ബെയ്ലീഫ്സ് ക്ലബ്. അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? കോടതി ഉത്തരവൊക്കെ നടപ്പിലാക്കുന്ന ഒരു ആമീൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അവിടെ ഒരു ശിപായി എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്ന ആ വേഷത്തിൽ തന്നെ അല്ലയോ? അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? അങ്ങനെ തന്നെ നിന്ന് അദ്ദേഹം ആരെ നോക്കിക്കൊണ്ടിരിക്കുക? എന്താണ് ആ രൂപത്തെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഉച്ച മുഴുവൻ അദ്ദേഹത്തിന് അത് തന്നെയായിരുന്നു പണി. ബിഫോർ ഗോയിങ് ടു ബെഡ്, രാത്രി റൂമിലേക്ക് പോകുന്നതിന് അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും ബെഡിലേക്ക് പോകുന്നതിന് മുമ്പ്, ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദി മഡ്. അദ്ദേഹത്തെ വലിച്ച് ചെളിയിൽ നിന്ന് പുറത്തിട്ട് എന്തായാലും. ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ് വിത്ത് ദി ഹെൻസ് ഇൻ ദ ചിക്കൻ കൂപ്പ്. ചിക്കൻ്റെ റൂമുണ്ടല്ലോ, അതിനകത്തേക്ക് അയാളെയും കൂടെ എടുത്ത് ഇട്ടു. A short time afterward, the child woke up without a fever and with a desire to eat. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ കുട്ടി എഴുന്നേറ്റ് വന്നു. അവൻ്റെ അസുഖമൊക്കെ മാറി, അവന് വിശന്നിട്ടാണ് അവൻ വന്നത്. Then they felt magnanimous. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് തോന്നി? അദ്ദേഹത്തിന് ഒരു മഹാനായിട്ടങ്ങ് തോന്നി. എന്താ, കുട്ടിയുടെ അസുഖം പെട്ടെന്ന് മാറിയില്ലേ? They decided to put the angel on a raft with fresh water and provisions for 3 days and leave him to his fate on the high seas. അപ്പോൾ അദ്ദേഹം ഒരു മഹാനായ വ്യക്തിയാണ്. ഇങ്ങനെ കോഴിയുടെ ഇടയ്ക്ക് പൂട്ടിയിടേണ്ട ആളല്ല. എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? അദ്ദേഹത്തെ ഒരു റാഫ്റ്റിൽ, എന്താ റാഫ്റ്റ്? ചങ്ങാടത്തിൽ എന്തൊക്കെയായിട്ട്? ഫ്രഷ് വാട്ടറും പ്രൊവിഷൻസും കുറച്ച് ഭക്ഷ്യവസ്തുക്കളും ഒക്കെ ആയിട്ട് 3 ദിവസത്തേക്കുള്ള ഭക്ഷ്യവസ്തുക്കളാണ് കേട്ടോ. ഇതെല്ലാമായിട്ട് അദ്ദേഹത്തെ കടലിലേക്ക് വിടാം. ഇനി കടലിൻ്റെ ഉയരങ്ങൾ തീരുമാനിക്കട്ടെ അദ്ദേഹത്തിൻ്റെ വിധി എന്താണെന്ന്. കാര്യം അദ്ദേഹം എങ്ങനെ അവിടെ എത്തിച്ചേരുന്നോ അതോ എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ ഉള്ളത് ഇനി കടലിൽ. അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് വെച്ച് അദ്ദേഹത്തെ പറഞ്ഞു വിടാം. നീ വിട്ട് പൂട്ടണ്ട, അദ്ദേഹം ഒരു മഹാനായ വ്യക്തിയാണ്. ബട്ട് വെൻ ദേ വെൻറ്റ് ഔട്ട് ഇൻ ദ കോർട്ട്യാർഡ് അറ്റ് ദ ഫസ്റ്റ് light of dawn, they found the whole neighborhood in front of the chicken coop having fun with the angel. അല്ല പിന്നെ വാർത്തയൊന്ന് കേട്ടാൽ പോരെ? എല്ലാവർക്കും അദ്ദേഹത്തെ ഒന്ന് കാണണ്ടേ? ഇല്ല മൂക്കൻ്റെ കഥ പറഞ്ഞ കണക്ക് മൂക്കൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം, മൂക്കൻ്റെ മൂക്കിൽ ഉമ്മ വയ്ക്കണം, മൂക്കൻ്റെ മൂക്കിലൊന്ന് കുത്തിയിട്ട് ചോര വരുമോ, പ്ലാസ്റ്റിക് ആണോ റബ്ബറാണോ എന്ന് നോക്കണം എന്ന് പറഞ്ഞതുപോലെ ആളുകൾ വന്ന് കൂടിയതുപോലെ ഇവിടെ എന്താണ്? അവർ കോർട്ട്യാർഡിലേക്ക് പോയപ്പോൾ എന്നുവെച്ചാൽ സൂര്യൻ അങ്ങോട്ട് ഉദിച്ചതും അവർ എങ്ങോട്ടേക്ക് ഓടി? കോർട്ട്യാർഡിലേക്ക് ഓടി. അപ്പോൾ ആ ഹോൾ നെയ്ബർഹുഡ്, ആ പ്രദേശത്തുള്ള സർവ്വമാന ആൾക്കാർ എവിടെ ഉണ്ട്? അവരെ ചിക്കൻ കൂപ്പിൻ്റെ മൂട്ടിൽ നിപ്പുണ്ട്. ആ ഏഞ്ചലിൻ്റെ കൂടെ ഓരോന്ന് പറഞ്ഞ് കളിക്കുകയാണ്. ദ വിസിറ്റേഴ്സ് വെയർ ടോസിങ് ഹിം തിങ്സ് ടു ഈറ്റ്. ഓരോന്നൊക്കെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് കഴിക്കാനായിട്ട്. ത്രൂ ദി ഓപ്പണിങ്സ് ഇൻ ദ കൂപ്പ്, അതിൻ്റെ ചെറിയ വിടവുകളിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇറ്റ് വാസ് as if he were not a supernatural creature but a circus animal. അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുന്നത് എവിടെയാ? സർക്കസ് അനിമലിൻ്റെ കൂട്ടി പോയി ഇട്ട് കൊടുക്കത്തില്ലയോ ഇങ്ങനെ ഓരോന്നൊക്കെ? അതുപോലെ അദ്ദേഹത്തെ കണ്ട് കളിപ്പിക്കുകയും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ആണ് എന്നൊരു പരിഗണനയൊന്നുമില്ല. അദ്ദേഹം എന്തോ ഒരു സർക്കസിലെ അനിമൽ പോലെയാണ് ഇവർ കാണുന്നത്. മക്കളെ, നമ്മൾ ഇത്രയേ ഈ വീഡിയോയിൽ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. അടുത്തത് നമ്മൾ ഇതിൻ്റെ ഇതാ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യുകയാണ്, തൊട്ട് പിറകെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു പാർട്ട് ഇത്രയേ ഉള്ളൂ. ഇത്രയും നന്നായിട്ട് പഠിക്കുക, കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.